ടിപ്പു നമുക്ക് വാർഷികാഘോഷത്തിന്റെ കാര്യം ആലോചിക്കൊന്നും ഞാനും വരാം. എന്താണെടോ പണിക്കൊന്നും പോവാതെ എന്ത് കോലാടാ അത്? പുയ്യാപ്പിള കോട്ടും സൂട്ടും ഇട്ടിട്ട് പിന്നെ രണ്ട് പുയ്യാപ്പിളമാര്. അബിയെ വെള്ളമൊക്കെ കുറഞ്ഞോ പോയാലേ? എടാ മോനെ സൂക്ഷിച്ചൊക്കെ പോണേ. കിട്ടിയില്ലോ? കിട്ടിയില്ലേ? വല്ല കാര്യം കിച്ചോ എന്തേടാ മാറ് കിച്ചോ എന്താണ് മനുഷ്യന്റെ ശ്രദ്ധ? പിന്നെ കിച്ചോ എന്താണ് മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിക്കാൻ? ശരി അവിടെ ആയിരുന്നില്ലേ ശ്രദ്ധ. എടാ ഇത്രയും കാലായിട്ട് ഇനി ഓളെടുത്ത് പോയി ഒന്ന് സംസാരിച്ചിക്കോ. കഷ്ടം. ടിപ്പു ഇവന് സംസാരിക്ക. എടാ ഇവന് ഇവിടെ കാണുമ്പോ തന്നെ പേടിയാടാ. ഒരു കാമുകം വന്നിരിക്കുന്നു. അല്ല ഞാനിങ്ങനെ എന്റെ ചങ്ങായി എന്ത് പൊട്ടിക്കലായത്. എങ്ങനുണ്ട്? ഓ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയണ നേരത്തെ ഇവന് ഈ പൊട്ടിക്കണ അസുഖം പണ്ടേളതാ. എടാ നിന്റെ ആള് വന്നടാ, പോയി സംസാരിക്കടാ. എടാ ആദ്യം അവരൊന്നും ഇങ്ങോട്ട് എത്തട്ടെ. എടാ ഓളോട് സംസാരിക്കാൻ പറ്റിയ ബെസ്റ്റ് ചാൻസ് ഇതാട്ടോ. എടാ ഓളെ കണ്ടിട്ട് ആടെ പേടിച്ച് മൂത്രം നോക്കിയല്ലോ. എടാ ചെല്ലടാ, പോയി സംസാരിക്കടാ. ഞാൻ എങ്ങനെ സംസാരിക്കാനാണ്? എന്തായാലും പറയണം. ഇപ്പോ എപ്പോ? ഓടാ ഓടാ പോയി പറ. എന്റെ ഒരു ഒലക്കമ്മത്തെ പേടി. ഓടാ ഓടാ ഓടാ. പോയി മിന്നു എന്താ കിച്ചു? എന്തോ പറയാനുണ്ടല്ലോ. അതൊക്കെ പറയാനുള്ള കാര്യം പറയാടാ. അവർക്കെന്തോ അല്ല എനിക്കെന്തോ പറയാനുണ്ട്. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ആണോ? ആ വായും തന്നെ കേക്കട്ടെ, പറ. സന്തോഷ് ട്രോഫി കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അതെന്താടി നിനക്കൊരു സന്തോഷമില്ലാത്ത മിന്നു? എടാ പൊട്ടാ, ഞാൻ ഇത് ഓൾറെഡി പത്രത്തിൽ നിന്ന് വായിച്ചു. പത്രത്തിലൊക്കെ വായിച്ചോ? എന്നിട്ട് സന്തോഷായോ? എനിക്കെന്താ സന്തോഷം? പിന്നെ സന്തോഷം. എന്താ? ഞാൻ അന്ന് ബോള് തട്ടിക്കളിച്ചിട്ടല്ലേ കിച്ചു വലിയ കളിക്കാരനൊക്കെ ആയത്. അത് മറക്കരുത് കേട്ടോ. ഇല്ല, അത് ഞാൻ മറക്കില്ലല്ലോ മിന്നു. കിച്ചു വലിയ പെലയും മരണോനെയൊക്കെ ആയി കഴിഞ്ഞാ നമ്മളെയൊക്കെ മൈൻഡൊക്കെ ചെയ്യണേ. ഞാൻ മറക്കില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. അതെ, വലിയ ആളായി പട്ടണത്തിൽ കളിക്കാൻ പോകുമ്പോഴേ അവിടെ കൊറേ പെമ്പിള്ളാരുണ്ടാവും. അവരെങ്ങനെ വായി നോക്കിയാ ഇല്ലില്ല, എങ്ങനെ വായി നോക്കി ഞാൻ അറിഞ്ഞ കൊല്ലില്ലേ. അതിന് മിന്നുന്റെ അത്ര സൗന്ദര്യമുള്ള ആരും അവിടെ ഇല്ലല്ലോ. ഇപ്പൊ അതൊക്കെ പറയാം.